അപ്പോൾ ഇതാ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു, മീൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഹലോ, ഇന്ന് ജനുവരി 10. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പം ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ വയ്യ. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വരം ഇത്രമാത്രം നടന്നിട്ടില്ല. ഞാൻ രാവിലെ എഴുതി കുളിച്ചതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഓൺ വോയിസ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയുണ്ടോ നോക്കാം. അപ്പോൾ രാവിലെ എഴുന്നിട്ട് കുളിയായി കഴിഞ്ഞു. ഇന്ന് ജൂൺ 10 അപ്പോൾ ജനുവരി 10. അപ്പോൾ ഇന്ന് അവിടെ പൊതിച്ചോറ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊതിച്ചോറ് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം ജനലൊക്കെ തുറന്നിടട്ടെ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ജനൽ തുറന്നിടണമല്ലോ. ഓക്കെ, കട്ട് ചെയ്ത് കാണിക്കത്തുള്ളൂ കേട്ടോ. ഇവിടെ ജെനോൺ ഇവിടെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ട്. ചായ കുടിച്ചോ? ഓക്കെ, ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം. കുഞ്ഞെന്തേലും ചോദിക്കുന്നില്ലേ? കുഞ്ഞിനെ അമ്മ അപ്പുറത്ത് അപ്പിടിക്കാൻ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ അപ്പുറത്തുണ്ടവൻ. അപ്പം ഇന്ന് ചോറും ഒട്ടും നമ്മൾ പ്ലാൻഡ് അല്ല. കാര്യം ഞങ്ങൾ രാത്രിയല്ല ഓർത്തെ അവർ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞ കാര്യം. അപ്പം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പം ഞാൻ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ, ഈ പൊതിച്ചോറെന്ന് പറയുമ്പോൾ ചമ്മന്തിയാണല്ലോ മെയിൻ. അപ്പം നമുക്ക് തേങ്ങ പൊട്ടിക്കാം. ഇനി തിരിങ്ങി അരയ്ക്കും. തേങ്ങ തിരിങ്ങി ചമ്മന്തിക്കുള്ള എടുക്കാം. ചമ്മന്തി സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓണിക്കാം, തോര വയ്ക്കും. ഒരാളിവിടെ കളിക്കുന്നതാണ്. തോര അരിഞ്ഞിട്ടുണ്ട്. മീൻ കിട്ടിയ കേട്ടോ, വറ്റയാണ് കിട്ടിയത്. അപ്പം ഇത് കറി വയ്ക്കണം. പക്ഷെ നമുക്ക് പൊതിച്ചോറിനകത്ത് കൊടുത്തു വിടാനായിട്ട് 2 കഷ്ണം വറുക്കാം. അപ്പോൾ ഇതാ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു, മീൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പുളിശ്ശേരിയും കൂടെ ഉണ്ടാക്കണം. അപ്പം പുളിശ്ശേരിൻ്റെ ഇടയ്ക്കൊരു കുറുക്കും കൂടെ. കുഞ്ഞിനുള്ള കുറുക്കാ വരുന്നത്. ഇപ്പോൾ തരാമേ. നമുക്ക് മുട്ടയും കൂടെ വറുക്കാം. മീൻ വറുക്കലിൻ്റെ അവസാന ഘട്ടമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്നും കുറുക്ക് കൊടുക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ കുറുക്ക് കൊടുക്കുന്നത് ഇങ്ങനെയാണ്, ബന്ധനസ്ഥനാക്കിയിട്ടാണ് കുറുക്കിൻ്റെ പരിപാടിയായി കഴിഞ്ഞു. അപ്പം നമ്മുടെ പാചകമെല്ലാം ഫിനിഷായി. ഇനി നമുക്ക് എല്ലാം പാക്ക് ചെയ്യാം, പൊതിച്ചോറാക്കാം. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അച്ചാറില്ല കേട്ടോ, അച്ചാറില്ലാത്ത മോശപ്പ്. വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഒരു 10-12 മണിയായപ്പോഴത്തേക്കാണ് ഞാൻ ഓർക്കുന്നത്. ഈ പറഞ്ഞ പോലെ അവർ ചോറ് വേണം, പൊതിച്ചോറ് ഉണ്ടല്ലോ എന്ന് തരണം എന്ന് പറഞ്ഞ കാര്യം. അപ്പോഴത്തേക്ക് അത്രയും നേരമായി. പിന്നെ വെജിറ്റബിൾസ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, മീനുണ്ടായിരുന്നില്ല, മുട്ട ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ രാവിലെ എന്താണേലും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റെങ്കിലും പക്ഷെ ഒരുപാട് വിഭവമായി. ഇപ്പം മുട്ട വറുത്തതായി, മീൻ വറുത്തതായി, മീൻ കറിയായി, മോര് കാച്ചിയതായി, തോരനായി, ഓമയ്ക്ക തോരനായി. ഇത്ര സാധനമില്ലേ, ഇത്ര സാധനമൊക്കെ മതി. അപ്പം എന്താ അത്ര സന്തോഷം. നമുക്ക് ഏതായാലും പാക്ക് ചെയ്യാം. ഇതൊക്കെയാണ് ഞങ്ങൾക്കൊരു കുളിസയും കാണിച്ചു തരട്ടെ. ഇനിയുണ്ടോ ഇടാടായി കൊച്ചനെ. ആദ്യം നമുക്ക് പേപ്പർ വിരിച്ചു കൊടുക്കാം, ഇലയിടാം. ചോറിടാം. ചമ്മന്തി വെച്ചു കൊടുക്കാം. മുട്ട വറുത്തത്, മീൻ വറുത്തത്, മീൻ കറി,
ഒരു കറി, തോരൻ. അപ്പം നമ്മുടെ പൊതിച്ചോറ് ശരിയായി. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഒക്കെ ശരിയാക്കി വെക്കാം. ഓക്കെ, അങ്ങനെ ചോറൊക്കെ കൊടുത്തു വിട്ടു. അപ്പം ഇന്ന് ഇവിടെ എല്ലാവർക്കും പൊതിച്ചോറാണ്. ഇതുണ്ടോ, ഞാൻ അമ്മ ഇന്ന് ഏകാദശി വ്രതമാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്കില്ല, എനിക്കും ജനോണിനും ചാച്ചനും കൂടിയും ഞങ്ങൾ ഇത് സെറ്റ് ചെയ്തു. പൊതി തന്നെ സെറ്റ് ചെയ്തു. അപ്പം എല്ലാ ഡേയും ഇങ്ങനല്ല, എല്ലാവരുടെയും എല്ലാ ഡേയും ഇങ്ങനല്ലല്ലോ. ഓരോ ദിവസം ഓരോ പോലല്ലേ. അപ്പം ഒരു ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമൊക്കെ ആയിട്ട്, കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം.